revolution, a day filled with happiness, pride, gratitude and celebration. Annual Day is one of the most important and eagerly awaited events in the school calendar. It is a day when the entire school family comes together to look back at the journey of the past year and to rejoice in our achievements and to step forward with renewed hope and confidence. This celebration is not merely a program of entertainment, but a reflection of the collective effort, dedication, commitment of our students, teachers, parents, and management. School is not just a place for academic learning. It is a place where young minds are nurtured, talents are discovered, values are inculcated, and character is built. The annual day provides a wonderful platform for students to express their creativity and confidence through various cultural activities. This day also reminds us the tireless effort of our teachers who work with patience, dedication, and love to shape the future of our students. We express our heartfelt gratitude to our parents who have placed their trust in us and always stood by school with their constant encouragement and cooperation. As we celebrate this annual day, let us remember that success is not achieved overnight. It is the result of continuous effort, discipline, teamwork, and perseverance. We request the audience to encourage our young performers with your applause and appreciation, which will surely motivate them to achieve greater heights. പ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. അക്ഷരങ്ങളുടെ കരുത്തിൽ, ആത്മജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തേടി നമ്മുടെ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരുകയാണ്. പിന്നിട്ട കാലത്തിന്റെ വഴിത്താരകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും പുതിയ ലക്ഷ്യങ്ങളുടെ ചിറകുകയലുമാണ് ഓരോ വാർഷികാഘോഷവും. ഇന്ന് സെക്രഡ് ഹാർട്ട് യു പി സ്കൂൾ വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. ഈ ധന്യവേളയിൽ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുവാൻ എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ രമേശ് NK അവർകളാണ്. സ്കൂളിന്റെ വളർച്ചയ്ക്കായി മാനേജ്മെന്റിനൊപ്പം നിലകൊള്ളുകയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം ഓടിയെത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തെ സസ്നേഹം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രഡ് ഹാർട്ട് യു പി സ്കൂൾ വാർഷികാഘോഷം SH ജസ്ബ 2K26 ഭദ്രദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ പ്രതിഭ ഡോക്ടർ സോമൻ കടലൂർ അവർകളാണ്. കവിയും നോവലിസ്റ്റും ചിത്രകാരനും മലയാളം അധ്യാപകനും ഗവേഷകനുമായി അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സമുദ്ര ജീവിതത്തിന്റെ തീക്ഷ്ണതകൾ പകർത്തിയ പുള്ളിയൻ എന്ന നോവലിലൂടെയും മലയാളികളുടെ മനം കവർന്ന കരിമീൻ എന്ന കവിതാ സമാഹാരത്തിലൂടെയും അദ്ദേഹം ഏറെ പ്രശസ്തനാണ്. ലേഖനം, കവിത, നോവൽ എന്നീ വിഭാഗങ്ങളിലായി 40 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തന്റെ
തിരക്കുകൾക്കിടയിലും നമ്മുടെ വിദ്യാലയത്തോടുള്ള സ്നേഹം മുൻനിർത്തി ഇവിടെ എത്തിയ ശ്രീ സോമൻ കടലൂർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ വാർഷികാഘോഷം ഏറെ വർണ്ണാഭമാക്കാൻ മുഖ്യ അതിഥിയായി ഇവിടെ ഉപവിഷ്ടയായിരിക്കുന്നത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ശ്രീമതി കലാഭവൻ സരിക അവർകളാണ്. കൊച്ചിൻ കലാഭവനിൽ നിന്നുള്ള കഴിവുറ്റ മിമിക്രി കലാകാരിയായി കലാജീവിതം ആരംഭിച്ച അവർ വേദി പരിപാടികളിലൂടെ ടെലിവിഷൻ രംഗത്തേക്കുള്ള തന്റെ ശ്രദ്ധേയമായ യാത്ര നടത്തി. കോമഡി, മിമിക്രി, അഭിനയം, ആലാപനം എന്നീ മേഖലകളിലുടനീളം തന്റെ അസാധാരണ കഴിവുകൾ പ്രകടിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി. ഏഷ്യാനെറ്റ് ടെലിവിഷൻ പരിപാടിയായ ബിഗ് ബോസിലൂടെ വലിയ ജനകീയ അംഗീകാരവും സ്നേഹവും ലഭിച്ചു. തന്റെ കഠിനാധ്വാനം കൊണ്ടും കലയോടുള്ള സമർപ്പണം കൊണ്ടും ഇന്നത്തെ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയൊരു പ്രചോദനമായ ശ്രീമതി കലാഭവൻ സരിക അവരെ സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി ഇവിടെ എത്തിച്ചേരേണ്ടിയിരുന്നത് ബഹുമാന്യനായ മേലടി AEO ശ്രീ ഹസീസ് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതനായ സെക്രട്ടറി ഹാർട്ട് പള്ളി വികാരി റവറൻഡ് ഫാദർ ക്ലാസിൻ അവർകളാണ്. ഫാദറിനെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന് ആശംസയർപ്പിക്കാൻ ഇവിടെ സന്നിഹിതയായ നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ സീമ പീറ്റർ അവരെ സാദരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ഏതൊരു ചടങ്ങിനും നിറസാന്നിധ്യവും എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുകയും ചെയ്യുന്ന പയ്യോളി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ശ്രീമതി CP ഫാത്തിമ അവർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും. ശ്രീമതി CP ഫാത്തിമ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ സിസ്റ്റർ ലില്ലി ജോസഫ് പ്രൊവിൻഷ്യൽ കൗൺസിലർ അവരെയും മദർ PTA പ്രസിഡന്റ് ശ്രീമതി തസ്ലീന അവരെയും സ്നേഹത്തിന്റെ ഭാഷയെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ അവர்களാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന സിസ്റ്ററിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സേക്രഡ് ഹാർട്ട് UP സ്കൂൾ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സ്കൂൾ പ്രധാന അധ്യാപികയായ സിസ്റ്റർ നിർമ്മല M. മാത്യു അവர்களാണ്. ഈ ഒരു വർഷക്കാലം നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്ററിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് അധ്യാപികയായ ശ്രീമതി സപ്ന അവர்களാണ്. സപ്ന മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി കർമ്മോത്സവരായി പ്രവർത്തിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിങ്ങനെ ഈ വാർഷികാഘോഷത്തോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ രമേശ് അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക സിസ്റ്റർ നിർമ്മല M. മാത്യു, ആദരണീയരായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ഡോക്ടർ സോമൻ കടലൂർ, ഇന്നത്തെ വിശിഷ്ട വ്യക്തി, അതും എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്തായ ശ്രീ ഗംഗാധരേന്ദ്രൻ്റെ മകൻ കൂടിയാകുമ്പോൾ ആ സന്തോഷം എനിക്ക് കൂടുതൽ ഊർജ്ജം തരികയാണ്. ശ്രീമതി കലാഭവൻ സരിക, കൂടാതെ ഈ വിദ്യാലയത്തിനോട് എപ്പോഴും അടുത്ത് ഇടപഴകിക്കൊണ്ട് ഏത് സമയവും നമ്മളുടെ മുന്നിൽ തന്നെ
എപ്പോഴും ഉണ്ടാകുന്ന ഇന്നത്തെ കീനോട്ട് അഡ്രസ് വേർഡ്സ് ഓഫ് ബ്ലെസ്സിംഗ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഫാദർ ക്ലാസിൽ അവർ, അതേപോലെ തന്നെ സേക്രഡ് യു.പി. സ്കൂൾ അടങ്ങുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ കോർപ്പറേറ്റ് മാനേജറും പി ടി എയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സിസ്റ്റർ സീമ പീറ്റർ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ സുപരിചിതരായിട്ടുള്ള പ്രൊവിൻഷ്യൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ ലിനി ജോസഫ്, നമ്മുടെ സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, എൻ്റെ സഹപ്രവർത്തക കൂടിയായ ഈ സ്കൂളിലെ മദർ PTA പ്രസിഡന്റ് ശ്രീമതി തസ്ലീന, അതേപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ ഏറ്റവും മുതിർന്ന അധ്യാപക കൂടിയായ ശ്രീമതി സ്വപ്ന, കൂടാതെ എൻ്റെ സഹ PTA ഭാരവാഹികൾ, അധ്യാപികമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. 1980 ഫെബ്രുവരി മാസത്തിലാണ് ഈ വിദ്യാലയം പയ്യോളിയിലെ സഹൃദയരായ കുറേ നല്ലവരായ നാട്ടുകാരുടെ പ്രയത്നത്താൽ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചെടുത്തത്. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. അതിൽ പ്രധാനികളായിട്ടുള്ള ഒന്ന് രാജൻപിള്ള സാറ്, പയ്യോളി സ്കൂളിലെ രാജൻപിള്ള സാറിനെ പലർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരാൾ ഈ സ്കൂളിൻ്റെ മുൻഭാഗത്ത് തന്നെ താമസമുണ്ടായിരുന്ന, ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല, എൻ്റെ സഹോദരൻ കൂടിയായ അഡ്വക്കേറ്റ് N.K. പരമേശ്വരൻ എന്നിവരുടെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ സ്കൂൾ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിദ്യാലയത്തിന് 1980 കേവലം 13 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് 800ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷത്തിൻ്റെ ഈ സുന്ദര നിമിഷത്തിൽ ഈ യോഗത്തിൻ്റെ പ്രസിഡന്റായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിന് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷം എന്നത് വർഷങ്ങൾ കടന്നുപോയ ഓർമ്മകളെ ആദരിക്കുകയും ഇന്നത്തെ നേട്ടങ്ങളെ ആഘോഷിക്കുകയും നാളെയുടെ സ്വപ്നങ്ങൾക്ക് പുതുശക്തി നൽകുകയും ചെയ്യുന്ന ഒരു സുവർണ അവസരമായിട്ടാണ് ഞാൻ ഈ വാർഷികത്തിനെ കാണുന്നത്. ഇവിടെ ഞാനൊരു ചെറിയ ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പഠനമെന്നത് മാർക്ക് നേടുക മാത്രമല്ല, നല്ല മനുഷ്യരായി മാറാൻ വേണ്ടിയുള്ള യാത്രയാണ് ഈ പഠനമെന്ന് പറയുന്നത്. ഈ ആശയം തന്നെയാണ് നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ 46 വർഷമായി തുടർച്ചയായി കുട്ടികളുടെ മനസ്സിൽ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരജ്ഞാനം മാത്രമല്ല, മാനവിക മൂല്യങ്ങളും ശീലവും ശാസനയും സഹജീവികളോടുള്ള സ്നേഹവും ഈ വിദ്യാലയം കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അനവധി വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മികവോടെ പ്രവർത്തിക്കുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസി സഭയുടെ സ്ഥാപകയായ വിശുദ്ധ ബർത്തലോമ്യ കപിത്താനിയോയുടെ വിശ്വാസ ദർശനം ടു ലവ്, ടു ഷെയർ, ടു കെയർ എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഹോളി റെഡിമേഴ്സ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായ സേക്രഡ് ഹാർട്ട് UP സ്കൂൾ വാർഷിക റിപ്പോർട്ട്. സ്നേഹിതരെ, പ്രശാന്ത സുന്ദരമായ ഈ സായാഹ്നത്തിൽ സേക്രഡ് ഹാർട്ട് വിദ്യാലയാങ്കണത്തിൽ ആഗതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളായ ഡോക്ടർ സോമൻ
Big Pop fame and cine artist Srimati Kalavaman Sarika, Melody Sub-District AEO Sri Hasis P, Sacred Heart Church Vicary Reverend Father Placid, Corporate Manager Reverend Sister Seema Peter, Ward Councillor Srimati C.P. Fatima, Provincial Councillor Sisters of Charity Dr. Sister Lindy Joseph, School Manager Reverend Sister Juliana Kurian, മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, അഭ്യുദയകാംക്ഷികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സമക്ഷത്തിൽ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കട്ടെ. പ്രവേശനോത്സവം 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 2-ാം തീയതി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ അറിവ് തേടിയുള്ള പ്രയാണത്തിന് പുതുമയുടെ നിറപ്പകിട്ടാർന്ന വിദ്യാലോകത്തേക്ക് കടന്നു വന്ന നവാഗതർക്കൊപ്പം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. പ്രവേശനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം പയ്യോളി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ശ്രീമതി C.P. ഫാത്തിമ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ വിനോദ് PN അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേക്രഡ് ഹാർട്ട് UP സ്കൂളിന്റെ പുതിയ സാരഥിയായി വന്ന സിസ്റ്റർ നിർമ്മല എൻ മാത്യു ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്കൂൾ ചട്ടങ്ങൾ വിവരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, സേക്രഡ് ഹാർട്ട് ചർച്ച് വികാർ ഫാദർ പ്ലാസിഡ്, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീ വിപിൻ നാഥ്, MPTA പ്രസിഡന്റ് സിമി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മധുരപലഹാരവും സമ്മാനവും നൽകി നവാഗതരെ ഉന്മേഷഭരിതരാക്കി. പുതിയതായി 135 വിദ്യാർത്ഥികൾ LKG മുതൽ പ്രവേശനം നേടി. സ്കൂൾ പ്രധാന അധ്യാപികയായി ചുമതലയേറ്റ സിസ്റ്റർ നിർമ്മല എൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ 756 വിദ്യാർത്ഥികളും 25 അധ്യാപക അനധ്യാപകരും മാനേജ്മെന്റിനോട് ചേർന്ന് PTA-യുടെ സഹകരണത്തോടെ എക്സലൻസ് ആൻഡ് സർവീസ് എന്ന ആപ്തവാക്യവുമായി സ്കൂൾ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ജൂലൈ 5-ന് നടന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഈ അധ്യയന വർഷത്തെ 15-അംഗ PTA കമ്മിറ്റി രൂപീകരിച്ചു. PTA പ്രസിഡന്റ് ആയി ശ്രീ രമേശ് NK, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജി സുഖേ, MPTA പ്രസിഡന്റ് ശ്രീമതി തസ്ലീന NK എന്നിവരെ തെരഞ്ഞെടുത്തു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതേപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണം നടത്തി. പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ IT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓരോ പൗരന്റെയും വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സ്കൂൾ ലീഡറായി 7-ാം ക്ലാസ്സിലെ ഇഷാൻ മുഹമ്മദ് സ്കൂൾ ലീഡറായും 6-ാം ക്ലാസ്സിലെ പാർവതി രാജ് അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായും കായിക മന്ത്രിയായി 7-ാം ക്ലാസ്സിലെ നിയാസ് സജീവ്, കലാ സാംസ്കാരിക മന്ത്രിയായി 7-ാം ക്ലാസ്സിലെ നിവേദ്യ കെ എന്നിവരെയും തെരഞ്ഞെടുത്തു. അക്കാദമിക പ്രവർത്തനങ്ങൾ അവധി ആഘോഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉയർന്ന ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന പാഠ്യേതര രംഗങ്ങളിൽ താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കുട്ടികൾക്ക് പ്രത്യേക ഓൺലൈൻ ക്ലാസ് നൽകുകയും കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. മേലടി ഉപജില്ലയിലെ LSS USS പരീക്ഷകൾക്ക് നാം കൈവരിക്കുന്ന നേട്ടം എടുത്തു പറയേണ്ടതാണ്. 12 LSS 22 USS കരസ്ഥമാക്കി തിളക്കം മാർന്ന വിജയമാണ് നാം നേടിയത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ പ്രത്യേക പരിശീലന ക്ലാസുകൾ രാവിലെയും വൈകിട്ടും നൽകി വരികയും മാതൃകാ പരീക്ഷകളും നടത്തി വരുന്നു. കേരള പാഠ്യവിഷയങ്ങൾക്ക്
വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി ഓരോ പാഠഭാഗങ്ങൾക്ക് ശേഷം യൂണിറ്റ് ടെസ്റ്റും മിഡ് ടേം ടെസ്റ്റുകളും നടത്തുകയും പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകൾക്ക് ശേഷം രക്ഷാകർതൃ യോഗങ്ങൾ വിളിച്ച് പഠന പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നു. ദിനാചരണങ്ങൾ ജൂൺ മുതൽ ഫെബ്രുവരി വരെയുള്ള എല്ലാ മാസങ്ങളിലെയും പ്രധാന ദിനാചരണങ്ങൾ വ്യത്യസ്തമായ പരിപാടികളോടെ ആചരിച്ചു. ലോക പരിസ്ഥിതി ദിനം, വായനാ ദിനം, ബഷീർ ദിനം, ചന്ദ്രദിനം, സ്വാതന്ത്ര്യദിനം, യോഗാ ദിനം, അധ്യാപക ദിനം, ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, ഹിരോഷിമ ദിനം എന്നിവ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ക്വിസ് മത്സരം, പോസ്റ്റർ രചന, ചിത്രരചന, കഥാപാത്രാവിഷ്കാരം, പ്ലക്കാർഡ് നിർമ്മാണം, ആൽബം നിർമ്മാണം തുടങ്ങിയ മത്സര ഇനങ്ങളിലൂടെ ആചരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം, LSS USS ആദരവ് ചടങ്ങ്. സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ വൃക്ഷത്തൈ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നിർമ്മല എം മാത്യുവിന് നൽകിക്കൊണ്ട് ലോക പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ PTA പ്രസിഡന്റ് ശ്രീ വിനോദ് PN സന്നിഹിതനായിരുന്നു. LKG മുതൽ 7th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ അവർ തങ്ങളുടെ വീട്ടിൽ നിന്നും വളർത്തിയെടുത്ത തൈകൾ കൊണ്ടുവരികയും പരസ്പരം കൈമാറുകയും ചെയ്തു. കൂടാതെ സ്കൂളിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ LSS USS വിജയികൾക്ക് ഉപഹാരം നൽകിക്കൊണ്ട് ആദരിക്കൽ ചടങ്ങ് നടന്നു. വായനാ ദിനം ഒരാഴ്ച നീണ്ടുനിന്ന വായനാ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ശ്രീ സത്യൻ, സ്കൂൾ മാനേജർ സത്യൻ മാസ്റ്റർ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ നിർമ്മല എം മാത്യു, സിസ്റ്റർ ബ്രിജിറ്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൂടാതെ സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുട്ടികൾ ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന വായനാ വാരത്തിൽ പുസ്തക നിരൂപണം, ആൽബം നിർമ്മിക്കൽ, ലൈബ്രറി സജ്ജീകരിക്കൽ, ക്വിസ്, പ്രസംഗം, വായനാ മത്സരം മുതലായവ നടത്തി. ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യത്തോടെ സേക്രഡ് ഹാർട്ട് UP സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പയോളി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് സിംഗ് ലഹരി വിരുദ്ധ ദിന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി വിരുദ്ധ ദിന പ്രാധാന്യം ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ നിർമ്മല എം മാത്യു സ്കൂളിൽ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. അധ്യാപിക ലഹരി വിരുദ്ധ ദിന സന്ദേശം കുട്ടികൾക്ക് പകർന്നു കൊടുത്തു. ആരോഗ്യമുള്ള സമൂഹത്തിനായി ലഹരിയുടെ പിടിയിൽ നിന്ന് യുവത്വത്തെ രക്ഷപ്പെടുത്താനും വേണ്ടി ഈ ദിനം ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. ബഷീർ ദിനം മലയാളത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളെ അതിമനോഹരമായി അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനം വിവിധ കലാപരിപാടികളോടെ വളരെ വിപുലമായി ആഘോഷിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ നിർമ്മല എം മാത്യു പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചടങ്ങിൽ പയോളി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റിയാസ് PM സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, PTA പ്രസിഡന്റ് ശ്രീ രമേശ് ചെൻകെ, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജി സുഹേൽ, MPTA പ്രസിഡന്റ് ഹസ്ലീന തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകി. റിംഗ് ഡാൻസ്, പിരമിഡ് ഡാൻസ്, എയറോബിക്സ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ശേഷം പായസ വിതരണം നടന്നു. ഓണാഘോഷം. 1ാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഓഗസ്റ്റ് 29ാം തീയതി വിവിധ പരിപാടികളോടെ വളരെ വിപുലമായി ഓണം ആഘോഷിച്ചു. വടംവലി മത്സരം, ഓണക്കളികൾ, ഓണസദ്യ, പൂക്കള മത്സരം എന്നിവ നടത്തി. മാവേലിയുടെ
ഹരവും സന്ദേശവും വാമനന്റെ സാന്നിധ്യവും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. അധ്യാപക ദിനം കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ വർഷത്തെ അധ്യാപക ദിനം ആചരിച്ചു. ചടങ്ങിൽ സേക്രഡ് ഹാർട്ട് ചർച്ച് വികാർ ഫാദർ ക്ലാസിക് മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ ആശംസകൾ അർപ്പിക്കുകയും ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നിർമ്മല എം മാത്യു കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് സ്നേഹവിരുന്നും ഉപഹാരം നൽകുകയും ചെയ്തു. ശിശുദിനം മികവാർന്ന പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നവംബർ 14-ന് ശിശുദിനം വളരെ വിപുലമായി ആഘോഷിച്ചു. അധ്യാപകരുടെ കലാപരിപാടികൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കുട്ടികൾക്ക് മധുരം നൽകുകയും ചെയ്തു. ശിശുദിനാഘോഷത്തിന്റെ ഓർമ്മയ്ക്കായി കുട്ടികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ നന്ദിയിലെ ആശാനികേതനിൽ എത്തിച്ചു കൊടുക്കുകയും അവരുമായി കുറച്ചു സമയം ചിലവഴിക്കുകയും ചെയ്തു. ക്രിസ്തുമസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമായ ക്രിസ്തുമസ് സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ക്ലാസിക് ക്രിസ്തുമസ് സന്ദേശം നൽകി ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് തുടങ്ങിയവർ ക്രിസ്തുമസ് ആശംസകൾ അർപ്പിച്ചു. നന്ദി ആശാനികേതൻ അന്തവാസികൾക്കൊപ്പം പതിവ് പോലെ ഈ വർഷവും ക്രിസ്തുമസ് സ്കൂളിൽ ആഘോഷിച്ചു. നിഷ്കളങ്ക സ്നേഹത്തിന്റെ നിറഞ്ഞ മനസ്സുകളെ അടുത്തറിയാൻ കഴിഞ്ഞ നിമിഷങ്ങൾ മറക്കാനാവാത്ത ഒരനുഭവമായി നമ്മുടെ കുട്ടികൾ ഇതിനെ ഹൃദയത്തിൽ താലോലിക്കുന്നു. സ്കൂൾ കലോത്സവം 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം സെപ്റ്റംബർ 16-17 തീയതികളിൽ ഗംഗ, യമുന, കാവേരി എന്നീ 3 വേദികളിലായി നടന്നു. മാനേജർ, ഹെഡ്മിസ്ട്രസ്, സ്കൂൾ ലീഡർ, ആർട്സ് മിനിസ്റ്റർ തിരികൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സര ഇനങ്ങളിൽ കുട്ടികൾ മാറ്റുരച്ചു. കലാതിലകമായി 6th സ്റ്റാൻഡേർഡിലെ ദേവിക സജിത്തിനെയും കലാപ്രതിഭയായി 4th സ്റ്റാൻഡേർഡിലെ കിരൺ മാധവിനെയും തെരഞ്ഞെടുത്തു. സ്കൂൾ മുനിസിപ്പാലിറ്റി സബ് ജില്ലാ കായികമേളകൾ സേക്രഡ് ഹാർട്ട് UP സ്കൂൾ കായികമേള സെപ്റ്റംബർ 25-ന് തിക്കോടി ബീച്ചിൽ വെച്ച് നടത്തി. പയോളി CI ഷിജുർ T പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി നടന്ന മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. പയോളി മുനിസിപ്പാലിറ്റി കായികമേള പയോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. പങ്കെടുത്ത ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മെഡൽ കരസ്ഥമാക്കി. മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കായികമേളയിൽ 400 മീറ്റർ റിലേയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. മുനിസിപ്പാലിറ്റി സബ് ജില്ലാ കലോത്സവങ്ങൾ 2025-26 അധ്യയന വർഷത്തെ പയോളി മുനിസിപ്പാലിറ്റി ബാലകലോത്സവം കീഴൂർ GUP സ്കൂളിൽ വെച്ച് നടന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച് സേക്രഡ് ഹാർട്ട് UP സ്കൂൾ 4ാം തവണയും ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. CKG സ്കൂൾ ചിങ്ങപുരത്ത് വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കിക്കൊണ്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിന്റെ അഭിമാനം ഉയർത്തി. റവന്യൂ ജില്ലാ കലോത്സവം വിവിധ വേദികളിലായി കൊയിലാണ്ടിയിൽ വെച്ച് നടന്നു. മേലടി സബ് ജില്ലയെ പ്രതിനിധീകരിച്ച് കുട്ടികൾ സംഘനൃത്തം, തമിഴ് പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടി. ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകൾ ഒക്ടോബർ 25-26 തീയതികളിലായി പയോളി തിക്കോടിയിൽ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ LP UP വിഭാഗങ്ങളിൽ ഓവറോൾ 3ാം സ്ഥാനവും ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും IT മേളയിൽ ഓവറോൾ 3ാം സ്ഥാനവും പ്രവൃത്തി പരിചയ മേളയിൽ 20 ഇനങ്ങളിൽ 18 A ഗ്രേഡും 2 B ഗ്രേഡും സാമൂഹ്യശാസ്ത്രമേളയിൽ വിവിധ ഇനങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടി സേക്രഡ് ഹാർട്ട് UP സ്കൂൾ പുതുചരിത്രം സൃഷ്ടിച്ചു. JCI കലോത്സവം ചിങ്ങപുരം CKG സ്കൂളിൽ വെച്ച് നടന്ന JCI
കുട്ടിക്കൂട്ടം നഴ്സറി കലോത്സവത്തിൽ രണ്ടാം തവണയും മറ്റ് സ്കൂളുകളെ ബഹുദൂരം പിന്നിലാക്കി 145 പോയിന്റ് നേടി ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. JCI കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ KGയിൽ നിന്ന് 50ഓളം കുട്ടികൾ പങ്കെടുത്ത മത്സരങ്ങളിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി സ്കൂളിന്റെ പ്രൗഢി ഉയർത്തുന്ന പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. ബോധവൽക്കരണ ക്ലാസ്. സെന്റ് സേവിയേഴ്സ് കോളേജ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജി റെവറൻഡ് ഫാദർ അനിൽ സാൻജോസ് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. വളരെ മനോഹരവും മനഃശാസ്ത്രപരവുമായ ക്ലാസ് ആയിരുന്നു. LP UP കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വളരെ വ്യത്യസ്തതയോടെ ഡിസംബർ 3, 4 തീയതികളിലായി പഠനം രസകരമാക്കാം ദ ജോയ് ഓഫ് ലേണിംഗ് എന്ന പഠനോത്സവം വയനാട്ടിൽ നിന്നെത്തിയ ഹയർ സെക്കൻഡറി റിട്ടയർഡ് പ്രിൻസിപ്പലും വിദഗ്ധ ശാസ്ത്ര അധ്യാപകനുമായ ശ്രീ ടോമി MM, അധ്യാപകൻ പീറ്റർ OK എന്നിവർ സയൻസ് പരീക്ഷണങ്ങളിലൂടെയും വിവിധ നിർമ്മിതികളിലൂടെയും നാടൻ പാട്ടിൻ്റെയും ശീലുകളുടെയും കുട്ടികൾക്ക് ജിജ്ഞാസ പകർത്തി. ഉദ്ഘാടന കർമ്മം ബഹുമാനിയായ മാനേജർ ബൾബ് വെള്ളമൊഴിച്ച് കത്തിക്കുന്നത് കുട്ടികൾക്ക് അത്ഭുതമായി. ശാസ്ത്രത്തോടും നിർമ്മിതികളോടുമുള്ള താല്പര്യം കുട്ടികളിൽ വർദ്ധിച്ചു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. വിദ്യാർത്ഥികളിൽ അന്തർലീനമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനായി വിവിധ വിഷയങ്ങളുടെ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ കരാട്ടെ, അബാക്കസ്, ചെസ്, സ്കേറ്റിംഗ്, ഡാൻസ്, ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും നൽകി വരുന്നു. ഓരോ വർഷവും രജീഷ് മാഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നേടുന്ന സ്കൂൾ ബാൻഡ് സേക്രഡ് ഹാർട്ടിന്റെ യശസ്സുയർത്തുന്നു. വിനോദയാത്ര. 2025-26 അധ്യയന വർഷത്തെ KG കുട്ടികളുടെ വിനോദയാത്ര കോഴിക്കോട് ഗോകുലം മാളിൽ വെച്ച് നടത്തുകയുണ്ടായി. LP വിഭാഗം കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിലും UP വിഭാഗം പാലക്കാട് മലമ്പുഴ ഡാം ഫാന്റസി പാർക്ക് എന്നിവിടങ്ങളിലുമായി നവംബർ ജനുവരി മാസങ്ങളിലായി നടത്തി. അവാർഡ് ഡേ. കലാകായിക രംഗങ്ങളിലും പഠന പാഠ്യേതര വിഷയങ്ങളിലും മികച്ച പ്രകടനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. വിജയികളെ അനുമോദിക്കുന്നതിനായി സേക്രഡ് ഹാർട്ട് വിക്ടറി ഡേ ഡിസംബർ 1 തീയതി അരങ്ങേറി. കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് സിസ്റ്റർ സീമ പീറ്റർ, മുൻ AEO ശ്രീ വിനോദ് P, മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ, ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇങ്ങനെ വിദ്യാലയത്തിന് പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന മാനേജ്മെന്റിനെയും മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ അവരുടെ പങ്ക് വളരെ വലുതാണ്. സ്കൂൾ കോമ്പൗണ്ടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ലിനിക്കിലെ സിസ്റ്റർ റിമ മാർട്ടിൻ ഡോക്ടറുടെ സേവനങ്ങളും വിലമതിക്കാനാവാത്തതാണ്. അതോടൊപ്പം കലോത്സവങ്ങളിലും മറ്റവസരങ്ങളിലും വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലം നൽകുന്ന ഫാദർ ഫ്ലാസിഡ് അവരുടെ പങ്ക് വിലപ്പെട്ടതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ മത്സര പരിപാടികളിലും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ച ഒരു മനോഹര അധ്യയന വർഷം അതിൻ്റെ അവസാന താളുകളിലേക്ക് ചുരുങ്ങുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ നേതൃപദവി ധന്യമാക്കാൻ എന്നെ പ്രാപ്തയാക്കിയ സ്കൂൾ മാനേജ്മെന്റിനും PTA പ്രതിനിധികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എല്ലാ അധ്യാപക അനധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രിയങ്കരായ നാട്ടുകാർക്കും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ വിജയം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ, കോട്ടങ്ങളിൽ പതറാതെ നമ്മുടെ മക്കളെ നന്മയുടെ ഉറവിടമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിന് സമാപ്തി കുറിക്കട്ടെ. നന്ദി.
സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഈ സദസ്സിൽ അതിനേക്കാൾ പ്രിയങ്കരായ ആളുകളുണ്ട്. എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഗംഭീരമായ ഉജ്ജ്വലമായ പരിപാടിയുടെ സന്ദർഭത്തിൽ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യാം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വാർഷികാഘോഷ പരിപാടി നമ്മുടെ കുഞ്ഞുമക്കളുടെ ചോരത്തിളക്കിൻ്റെ താരത്തിളക്കം കൊണ്ട് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ കലാവിരുന്ന് ആസ്വദിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്കിലും വളരെ കുറഞ്ഞ വാക്കുകൾ. ഈ സ്കൂളിൻ്റെ പേര് സൈക്രഡ് ഹാർട്ട് എന്നാണ്. സൈക്രഡ് എന്നത് വിശുദ്ധമാണ്, പാവനമാണ്, പരിശുദ്ധമാണ്, ഏറ്റവും നിഷ്കളങ്കമാണ്, ഏറ്റവും അരിവുള്ളതാണ്, ഏറ്റവും ആർദ്രതയുള്ളതാണ്. ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാം, അത് നമ്മുടെ ഹൃദയമാണ്. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ നിഷ്കളങ്കരായ കുഞ്ഞു മക്കളെ LKG നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രിൻസിപ്പൾ മുതൽ ഇവിടുത്തെ അവസാനത്തെ പ്രിയപ്പെട്ട ടീച്ചർ ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു പോറലും ഏൽക്കാതെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഈ സ്കൂള് അരനൂറ്റാണ്ട് കാലമായി ഈ ദേശത്തിൻ്റെ വിശുദ്ധ ഹൃദയമായി, ഈ നാടിൻ്റെ വലിയ വെളിച്ചമായി, ഇവിടുത്തെ ലൈറ്റ് ഹൗസായി, ഇവിടുത്തെ വിളക്കുമാടമായി അരനൂറ്റാണ്ട് കാലം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോഴും 2ാമത്തെ തവണയാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ വരുന്നത്. ഞാനെപ്പോഴും സൈക്രഡ് ഹാർട്ടിനെ കാണുന്നത് കലോത്സവ വേദികളിൽ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയാണ്. പേപ്പറിൽ നിരന്തരം നമുക്കറിയാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി നേരത്തെ എനിക്ക് തോന്നി ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തിട്ട് ഒരു വർഷക്കാലം നമ്മുടെ കുഞ്ഞുമക്കളെ മാറ്റി തീർക്കാൻ, അവരെ ഏറ്റവും ഗംഭീരമായ മനുഷ്യരാക്കി മാറ്റാൻ എത്രയോ പഠന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു വിവരണമാണ് പ്രിയപ്പെട്ട ടീച്ചർ, പ്രിയപ്പെട്ട സിസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കോട്ടിങ്സ് ഇതാണ്: ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ ഓഫ് ഹാർട്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വിദ്യാഭ്യാസമാണ്, തലച്ചോറിൻ്റെ വിദ്യാഭ്യാസമല്ല. ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയം ഹൃദയത്തിൻ്റെ വിദ്യാഭ്യാസമായി മാറണം എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഓരോ സെക്കൻഡ് കുഞ്ഞുമക്കളെ മാറ്റുക. അവരുടെ ഹൃദയം വികസിക്കണം. തലച്ചോറ് മാത്രം പോരാ, അവർ നല്ല കുഞ്ഞുമക്കളാണ്. അവർ ആർദ്രതയും അലിവും കരുണയും ജനാധിപത്യ ബോധവും അവർ യുക്തിചിന്തയും ഒക്കെയുള്ള നല്ല മക്കളായി തീരണം. ഞാൻ ഈ കുഞ്ഞുമക്കളുടെ കലാപ്രകടനങ്ങളൊക്കെ നേരത്തെ ഞാൻ 4 മണിക്ക് ഇവിടെ 4:15 ഇവിടെ എത്തിയിരുന്നു. 5 മണിക്ക് വന്നാൽ മതി. പക്ഷെ ഞാൻ അവിടെ ഒരു കസേര ഇട്ടിട്ട് ഈ കുട്ടികളുടെ, ഈ കുഞ്ഞുമക്കളുടെ എത്ര മനോഹരമായ ഡാൻസാണ്. അവരുടെ തലച്ചോറ് അത്രയും പ്രവർത്തിച്ചാൽ മാത്രമാണ്, ഹൃദയം അത്രയും പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത്ര സുന്ദരമായ കലാവിഷ്കാരം ഇവിടെ നടത്താൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ കലയെ അഡ്രസ് ചെയ്തുകൊണ്ട് കലയെ കലാകാരന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരു ചെറിയ സ്കൂളിൽ അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ വന്ന കുഞ്ഞു മക്കളോട് ചോദിച്ചു, മക്കളെ പൂമ്പാറ്റയ്ക്ക് എന്താണ് 2 പേര്? പൂമ്പാറ്റയ്ക്ക് 2 പേരുണ്ട്, ചിത്രശലഭം എന്നിട്ട് പൂമ്പാറ്റാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു കുഞ്ഞു മോള് പറഞ്ഞു, ടീച്ചർ ഞാൻ പറഞ്ഞു കിട്ടുന്നത്. അവളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, അവളെ പ്രചോദിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞെന്തറിയും, ടീച്ചർ അതിന് പൂമ്പാറ്റ എന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും, ചിത്രശലഭം എന്നത് അതിൻ്റെ സ്കൂളിലെ ഔദ്യോഗികമായ രജിസ്റ്ററിൻ്റെ പേരായിരിക്കും, ടീച്ചേഴ്സ് വിളിക്കുന്ന പേരായിരിക്കും. ടീച്ചർ ഞെട്ടിപ്പോയി, വെറുതെ ചോദിച്ചാണ്. പക്ഷെ ആ കുഞ്ഞിപ്പോൾ അപ്പാട് കെട്ടിപ്പിടിച്ചു. ആ ഉത്തരത്തിൻ്റെ ആളുകൾ ആലോചിച്ചില്ല. പൂമ്പാറ്റയ്ക്ക് വീടുണ്ടെന്നും, പൂമ്പാറ്റയ്ക്ക് അച്ഛന്മാരുണ്ടെന്നും, പൂമ്പാറ്റയ്ക്ക് സ്കൂളുണ്ടെന്നും, പൂമ്പാറ്റയ്ക്ക് ടീച്ചേഴ്സ് ഉണ്ടെന്നും, പൂമ്പാറ്റയ്ക്ക് കൂട്ടുകാരുണ്ടെന്നും, പൂമ്പാറ്റ മനുഷ്യനാണെന്നും, പൂമ്പാറ്റയ്ക്ക് സ്വപ്നങ്ങളുണ്ടെന്നും, പൂമ്പാറ്റയിൽ തന്നെ പോലെ യൂണിഫോം ധരിച്ച ഒരു കുഞ്ഞു മോണാണെന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിൽ പച്ചയിലേക്കും പടർപ്പിലേക്കും പടർന്നേറിയ പാരിസ്ഥിതിക വിവേകത്തിന്റെ മനോഹരമായ ഉത്തരമാണ് ടീച്ചറെ പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും. ഇങ്ങനൊരു മറുപടി സാധ്യമാക്കുന്ന സമയത്താണ് ഭാവന കൊണ്ട്, ചിന്ത കൊണ്ട്, സങ്കല്പം കൊണ്ട്
ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി, ലോകത്തിലെ ഏറ്റവും വലിയ IAS ഓഫീസറായി, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധയായി, ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി കുഞ്ഞു മക്കൾ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഞാനൊരു +2 അധ്യാപകനാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു പോയാലും +2-ലെത്തുന്നേരം ഇവർക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഒരംശം 2023 കേരളത്തിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചപ്പോൾ, ഒരംഗം ചോദിച്ചപ്പോൾ, നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 8500 എന്നാണ്. 2024 കണക്ക് വന്നിട്ടില്ല, 25 കണക്ക് വന്നിട്ടില്ല. 23 8500 ആണ്. അത് അവതരിപ്പിക്കുന്നതിനും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു വാക്യം പറയുന്നുണ്ട്, ചെറുപ്പക്കാരുടെ ലഹരി എന്ന് പറഞ്ഞത് കലയായിരിക്കണം, പുകയിലായിരിക്കാൻ പാടില്ല. ചെറുപ്പക്കാരുടെ ലഹരി എന്ന് പറഞ്ഞത് ആട്ടമായിരിക്കണം, പാട്ടായിരിക്കണം, ഗിറ്റാറായിരിക്കണം, തബലയായിരിക്കണം, അഭിനയമായിരിക്കണം, സിനിമയായിരിക്കണം, സ്പോർട്സ് ആയിരിക്കണം, ഫുട്ബോൾ ആയിരിക്കണം, ക്രിക്കറ്റ് ആയിരിക്കണം, വോളിബോൾ ആയിരിക്കണം. ചെറുപ്പക്കാരുടെ ലഹരി എന്ന് പറഞ്ഞ കഥയായിരിക്കണം എന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ അറിയോ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് +1 പ്രായത്തിൽപ്പെട്ട, +2 പ്രായത്തിൽപ്പെട്ട, ഫസ്റ്റ് ഡിഗ്രി പ്രായത്തിൽപ്പെട്ട കുഞ്ഞു മക്കളാണ് ആത്മഹത്യയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനാ മുഖ്യമന്ത്രിയുടെ വാക്കിൽ ചെറുങ്ങനെ മാറ്റുന്നുണ്ട്. MT വാസുദേവൻ നായരേക്കാണ് ചെറുപ്പക്കാരുടെ ലഹരി MDMA ആയി തീരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛനും MT ലഹരി ബാധിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. കാലം വായിച്ചു, 4 കെട്ട് വായിച്ചു, അസുരവിത്ത് വായിച്ചു, ഭ്രാന്തന്മേലായി തന്നെ സങ്കടം കണ്ട് 2ാം മുറക്കാരനെ ഭീമനെ തിരിച്ചറിഞ്ഞ് വെളിച്ചപ്പാടിന്റെ പ്രയത്നശേഷിയുള്ള സമരോചരമായ ജീവിതം ഏറ്റുവാങ്ങി വിമലത്തേച്ചവരുടെ സ്നേഹനിർഭരമായ ജീവിതമൊക്കെ മനസ്സിലാക്കി MT ലഹരി ബാധിച്ച തലമുറ പോയി 2 തരം MDMA-യിലേക്ക് ചെറുപ്പക്കാര് മാറിത്തീരുന്ന അവസ്ഥ ഒരു +2 അല്ലെ ഡിഗ്രി തലത്തിലെത്തുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ചത്തെഴുത്തച്ഛന് കുഞ്ഞൻ നമ്പ്യാരുമായിരിക്കണം ചെറുപ്പക്കാരുടെ ലഹരി കഞ്ചാവായി തീരുന്നത്, ചങ്ങമ്പുഴി ചങ്ങാതിമാരായിരിക്കണം ചെറുപ്പക്കാരുടെ ലഹരി ചരസും ചാരായമായി തീരരുത്, മദ്യം ചൊല്ലലായിരിക്കണം ചെറുപ്പക്കാരുടെ ലഹരി മദ്യം ചെല്ലലായി തീരരുത്. അതാണ് യഥാർത്ഥ ലഹരി. യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞ സംഗീതമാണ്. യഥാർത്ഥ ലഹരി എന്ന് പറയുന്നതാണ് കലയാണ്. ഈ കുഞ്ഞുമക്കള് ഡാൻസ് ഒക്കെ പഠിച്ച, ചിത്രം വര പഠിച്ച, ഇങ്ങനെ കലയിലേക്ക് പോയ കുഞ്ഞുമക്കൾ എന്താണ് ഒരിക്കലും ലഹരിയിലേക്ക് പോകില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ ഓഫ് ആർട്ട്. വിദ്യാഭ്യാസത്തിന്റെ ഹൃദയം കേവലം വിവരമല്ല, മറിച്ചൊന്നാണ് ഏറ്റവും കൂടുതൽ. ഞാൻ 15 കൊല്ലം മുമ്പ് ചെറുപ്പക്കാർക്കെതിരെ, +2 വിദ്യാർത്ഥികൾക്കെതിരെ ഒരു കവിത എഴുതി. അതുകൊണ്ട് +2കാർ മുഴുവൻ എന്താണ് എന്നെ വെറുത്ത ആളുകളാണ്. ആ കവിത ഇങ്ങനെയാണ്: നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, 4 ആൾ കൂടുന്നിടത്ത് നിലവിലില്ല, അച്ഛനോടൊപ്പം വയലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിന്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് കൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു. സത്യമായും സത്യമായും തീർന്ന് നിങ്ങളുടെ ഈ +2 കഴിഞ്ഞ പ്രായത്തിൽപ്പെട്ട നമ്മുടെ ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഒരു പരിപാടിക്ക് ജീവിതം തുടിക്കുന്ന ഒരു ഇടങ്ങളിൽ അവരില്ല. അവരെ ഒഴിച്ചിട്ട് പൊടിയിലിരുന്ന് ഈ ബൈക്കിന്റെ മേലെ നിന്ന് മൊബൈൽ ഞെക്കി കളിച്ചോണ്ട് 2 മുക്കിൽ കാതൊക്കെ വയറ് കുത്തിട്ട് മൊബൈൽ ഞെക്കി കളിച്ചോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. ഞാനിപ്പോൾ അവരെ വിമർശിക്കാറില്ല കേട്ടോ. എന്താ കാര്യം എന്നറിയാം? ഇങ്ങനെ വിമർശിച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ മുഴുവൻ വെറുത്തു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിമർശിക്കാനുള്ള കാരണം ചെറുപ്പക്കാരെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം എന്നറിയാം? അവരെ പ്രോത്സാഹിക്കുന്ന വർത്താനാണ് ഞാനിപ്പോൾ പറയുന്നത്. പണ്ടത്തെ കവിതയാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണം 40 പുസ്തകം എഴുതിയിട്ട് ഒരു പുസ്തകം പോലും 40 പുസ്തകം ഞാൻ എഴുതി. എന്തിനാ എഴുതുന്നത് എനിക്ക് അറിഞ്ഞൂടാ, എന്തിനാ പ്രസിദ്ധീകരിക്കുന്ന പ്രസാദർക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിലൊരു പുസ്തകം മാത്രം 75,000 കോപ്പിയിൽ 1,00,000 കോപ്പിയിലേക്ക് എന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ പേര് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്നാണ്. ആ പുസ്തകം വയസ്സായ ആളുകളല്ല വാങ്ങിയത്, കുറച്ച് ചെറുപ്പക്കാരാണ് വാങ്ങിയത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സായൂജ് മാൻകൈൻഡ് പബ്ലിഷേഴ്സിന്റെ സായൂജ് എന്നോട് പറഞ്ഞ്, നിങ്ങൾ എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞാൽ ഒരാളും വാങ്ങൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിൽ കുറച്ച് വിഷം ചേർത്താൽ മതി, കുറച്ച് ലഹരി ചേർത്താൽ മതി. പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ, ബന്ധത്തിന്റെ ലഹരിയും ചേർത്ത് കൊടുത്താൽ അങ്ങനെ 135 ചെറിയ കുറിപ്പുകൾ എഴുതിയതാണ് ഇപ്പോൾ 1,00,000-അപ്പുറത്തേക്ക് കോപ്പിലേക്ക് പോകുന്നത്. സാമ്പിൾ 1-2 പറഞ്ഞിട്ട് അവസാനിക്കാം. കാരണം സിസ്റ്റർ 2 കവിതയോടെ പറയണമെന്ന് പറഞ്ഞത് മാത്രമാണ്. സമ്മാനം, കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. അപ്പൊ ബ്രേക്കപ്പ. അപ്പൊ സ്നേഹിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമ്മാനം കൈമാറിപ്പോയി. എന്നുള്ള സമ്മാനം കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രണയം കുറിച്ചിട്ട കാവ്യ പുസ്തകം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിറന്നാളിന് സമ്മാനമായി നൽകിയ ഉടുപ്പുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്.
വൈരക്കൽ പതിച്ച മോതിരം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കുരുമുന്ന അരയങ്ങളുടെ സ്ഫടിക ശില്പം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. ചെറുപ്പക്കാർ ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു, പുസ്തകം വാങ്ങുന്നു, ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നു. ഒന്നതാണ്. രണ്ടാമത് നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല. ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കറിയാൻ സാധിക്കണമെന്നില്ല. കരഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ല. ഇതോ ഒന്നാണ്. എൻ്റെ നാട്ടിലൊരു വയസ്സായ ഒരാൾക്ക് ഇപ്പം നമുക്ക് വയസ്സെന്ന് വിളിച്ചുകൂടാ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ചെറുപ്പക്കാരൻ്റെ പ്രായം 75 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. 75 വയസ്സായി. പ്രോജക്റ്റുകളുടെ തമ്പുരാനാണ്, പദ്ധതികളുടെ രാജകുമാരനാണ്. കഴിഞ്ഞ വർഷം നന്മകൾ നേരത്തെ മയക്കുന്ന സിനിമയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് കാതൽ നടന്ന സിനിമയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് ഭ്രമയിൽ നിന്നാണ് സിനിമയ്ക്ക് വന്നു. പിന്നെ ടർബോ എന്നാണ് വേറൊരു സിനിമയ്ക്ക് വന്നു. ഇടയ്ക്ക് മുമ്പ് ചെറിയ പ്രശ്നം സംഭവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനും 90 വയസ്സുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കൊണ്ട് മനസ്സും ശരീരം സജ്ജമാക്കുന്ന മമ്മൂട്ടി ഇന്റർവ്യൂവിൽ പറഞ്ഞത് 24 വയസ്സിൽ എൻ്റെ വളർച്ച നിന്നു എന്നാണ്. 74കാരൻ പറയാണ് 24 വയസ്സിൽ എൻ്റെ വളർച്ച നിന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ മകൾ സുർമിയുടെ കല്യാണത്തിന് ഈ ദുഃഖത്തെ വേച്ചിട്ടുണ്ട്. സുർമിയുടെ കല്യാണത്തിന് ഏതാണ്ട് 10,000 ആളുകൾ പങ്കെടുത്തിരുന്നു. ആ 10,000 ആളുകൾ ഏറ്റവും സുന്ദരം മമ്മൂട്ടി തന്നെയാണ്. വരനെയാരും നോക്കുന്നില്ല, വധുവിനെയാരും നോക്കുന്നില്ല, ദുൽഖർ എന്ന സിനിമയിലെത്തിയ അവനെയാരും നോക്കുന്നില്ല. ശബ്ദ സൗന്ദര്യത്തിന്റെയും ശരീര സൗന്ദര്യത്തിന്റെയും അവസാനത്തെ വാക്കായി മമ്മൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലൊരു വയസ്സായ ഒരാളാ നമുക്ക് വയസ്സെന്ന് വിളിച്ചുകൂടാ. ഏതായാലും എൻ്റെ നാട്ടിലൊരാള് കുറച്ച് പ്രായം ചെന്ന ഒരാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കവിത ഇഷ്ടമാണ്. എല്ലാ വരി ഇഷ്ടമല്ല. അവസാനം പോയി നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇയാളുടെ പ്രശ്നം എന്താ? ഇയാളുടെ പ്രശ്നം മരിച്ച വീട്ടിൽ പോകാൻ പേടിയാണ്. ഒരു മരിച്ച വീട്ടിൽ പോകാറില്ല. പോയാൽ തന്നെ സുഹൃത്തിനെ കാണാറില്ല. എന്നിട്ട് നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞറിയും നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം ബാബുവേട്ട, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം റഷീദ്ക്ക, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഞാൻ ഇയാളെ വീട്ടിൽ പോയി. ഇയാളോട് ഇതല്ലേ ഇതിന്റെ അർത്ഥം? ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ്, ഇത് ബന്ധത്തെക്കുറിച്ചുള്ള കവിതയാണ്, സഹോദരത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചുള്ള കവിതയാണ്. അന്നേരം അയാൾ തിരിച്ചോട്ടിനോട് ഇങ്ങനെയും വായിക്കൂലേ, അങ്ങനെയും വായിക്കാം. കവിത എന്ന് പറയാൻ കവി എന്നതാണ്. ഇങ്ങനെ ചെറിയ കുറേ എണ്ണം എഴുതിയതുകൊണ്ട് ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഞാനിപ്പം ചെറുപ്പക്കാർക്ക് എതിരെ നിൽക്കുന്നില്ല. അവർക്ക് എന്താണ്, അവരെ ചേർത്ത് നിർത്തണം. അങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ അവർ സംസാരിക്കുന്നു, അവർ പ്രസംഗിക്കുന്നു, അവരാടുന്നു, അവർ പാടുന്നു, അവർ കലാകാരന്മാരായി തീരുക. അങ്ങനെ തീർന്നില്ലെങ്കിൽ അഫാനെ പോലെ നാളെ 1.5 മണിക്കൂർ കൊണ്ട് 7 പേരെ കൊന്ന തിരുവനന്തപുരത്ത് കൊന്ന അഫാനെ പോലെ ആയി മാറുന്നുള്ള ഒറ്റ കാരണത്താലാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കള് പ്രഭാതത്തിലെ മഞ്ഞുതുൽ പോലെ നിഷ്കളങ്കരായ നമ്മളെ കുഞ്ഞുമക്കളെ ഈ ടീമിനെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൃദയബന്ധത്തിന്റെ ഒരു കഥ കൂടിയാണ് വാസ്തവത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. 35 കൊല്ലം പരിചയമുള്ള ഇവിടുത്തെ PTA പ്രസിഡന്റ് ഞങ്ങൾ ശക്തൻ. അതൊരു ഹൃദയബന്ധമാണ്. ആ ഹൃദയബന്ധത്തെ ഞാൻ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള വല്ലാത്തൊരു സന്തോഷം കൊണ്ട് കൂടിയാണ് സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ പോലും എന്താണ് ഈ സ്കൂളിലേക്ക് വരികയും പ്രിയപ്പെട്ട ഈ സ്കൂളിന്റെ വലിയ പരിപാടിയിൽ എന്നെ കൂടി ചേർത്തതിൽ ഈ ടീമംഗൾ അധ്യാപകര്, ഇവിടുത്തെ അനധ്യാപകര്, ഇവിടുത്തെ നേരത്തെ പറഞ്ഞല്ലോ വാഹനം കൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ എത്തിക്കുകയും തിരിച്ച് യാതൊരു പോറലും എടുക്കാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ വിശുദ്ധമായ ഒറ്റ വാക്യമാണ് സെക്രട്ടറി നമ്മളോട് പറയുന്നത്, കൂടെ ഞങ്ങളുണ്ട്. നിങ്ങളുടെ മകന്റെ കൂടെ, നിങ്ങളുടെ മകളുടെ കൂടെ ഞങ്ങളുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഞങ്ങൾ സംരക്ഷിക്കും. അവന്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കാൻ, അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ, അവളെ ഏറ്റവും ലോകത്തിന്റെ നിറകിലേക്ക് ആകാശത്തിൽ ഏതോ നക്ഷത്രത്തിൽ നിങ്ങളുടെ മക്കളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ നക്ഷത്രം തൊടുന്നതുവരെ സെക്രട്ടറിയിലെ പ്രിയപ്പെട്ട അധ്യാപകര്, പ്രിയപ്പെട്ട ടീം എന്താണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിന് കാവൽ നിൽക്കുമെന്നുള്ള ഏറ്റവും വിശുദ്ധമായ വചനമാണ് ഒരുപക്ഷെ ഈ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ ഓരോ സെക്കൻഡും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രനേരം വാക്കുകൾ ശ്രമിച്ചതിന് നിങ്ങൾ കേട്ടല്ലോ. ഇത്രനേരം സഹിച്ചതിന് ഇരുന്നല്ല, ഇത്രനേരം എന്നെ സ്നേഹിച്ചതിന്, സ്നേഹിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കൊക്കക്കോള കുടിച്ച് ഒരു തരം MDMA അടിച്ച് എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പൊതുമണ്ഡലം പൊതുപരിസരമൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനും ഒരിളനീര് കുടിച്ച് സ്നേഹത്തിന്റെ, കലയുടെ, കൂട്ടായ്മയുടെ, ഒത്തുചേരലിന്റെ, ജീവിതത്തിന്റെ, കരുതയുടെ, അലിവിന്റെ, ആർദ്രതയുടെ, മാനവികതയുടെ
ഒരിടന്നിരി പിടിച്ച് എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പഠിപ്പിക്കുന്ന മഹത്തായ പാഠശാലയിൽ ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമെന്നുള്ള വലിയ സൗഭാഗ്യം ഹൃദയത്തിലേക്ക് കയറ്റുവായിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആശംസകളും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ബാക്കിയുള്ളവർക്കെല്ലാം മിക്കവാറും ബിഗ് ബോസ് എന്താണെന്നറിയാം. ഞാൻ പഠിച്ചത് സരികയിൽ നിന്നാണ് ബിഗ് ബോസ് എന്താണെന്നുള്ളത്. എന്തായാലും എൻ്റെ സുഹൃത്തിൻ്റെ ആത്മസുഹൃത്തിൻ്റെ പുത്രിയെ ഞാൻ ആത്മാർത്ഥമായി ഈ ചടങ്ങിലേക്ക് തൻ്റെ ദൗത്യം നിർവഹിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കും ഈ സ്കൂളിലെ എല്ലാ അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് സീക്രട്ട് ഹാർട്ട് യു പി സ്കൂളിൻ്റെ 47ാം വാർഷിക ആഘോഷ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരു കലാകാരി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കും നിങ്ങളുടെ ഈ ഒരു വലിയ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു കൊയിലാണ്ടിക്കാരി ആയതിൽ വളരെയധികം അഭിമാനമുണ്ട്. കാരണം എന്നെ കലാകാരിയാക്കിയത് എൻ്റെ നാടും നാട്ടുകാരുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മുടെ നാട്ടുകാരല്ലേ, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ ഇപ്പം എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഒന്നുകിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ അടുത്ത പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവരൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മളെ മക്കളെ ഒന്ന് സ്റ്റേജിൽ കാണാൻ പറ്റുള്ളൂ എന്നുള്ള മുഖമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്നെ ഒരു കുറച്ച് നേരമെങ്കിലും കുറച്ച് സമയം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് പടക്കം പൊട്ടുന്നവരൊന്ന് കൈയടിച്ചാൽ. ഇതുപോലുള്ള സ്കൂൾ പരിപാടികളിലാണ് പെർഫോം ചെയ്തിട്ടാണ് എൻ്റെ ഈ സ്റ്റേജുകളുടെ സഭാകമ്പങ്ങളൊക്കെ ഞാൻ പോക്കിയതൊക്കെ ഈ ഒരു പരിപാടികളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്കൂളുകളിൽ പരിപാടി ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ്. അതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ആ മക്കളൊക്കെ ഇവിടെ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈറ്റിൽ ഡാൻസ് കളിച്ച കുറച്ച് 3 ഗ്രൂപ്പായിട്ട് കളിച്ച കുട്ടികളെ എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഗംഭീരമായിട്ട് ഞാൻ അറിയാം, നമ്മളെ ഫീൽഡിലായതുകൊണ്ട് ഇപ്പം എല്ലാ സ്കൂളുകളിലെയും വാർഷികാഘോഷ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ടൈറ്റിൽ ഡാൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുട്ടികൾ മാത്രമേ ചിരിച്ച് അഭിനയിച്ച് കളിക്കുള്ളൂ. ബാക്കിയുള്ളവർ ബാക്കിലുള്ളവരൊക്കെ ആർക്കോ വേണ്ടി കളിക്കുന്നത്. പക്ഷേ ഇത് ബാക്കിൽ നിൽക്കുന്ന മക്കൾ പോലും ഗംഭീരമായിട്ട് അഭിനയിച്ച് ആത്മാർത്ഥമായിട്ട് കളിച്ചു. അതുപോലെ എടുത്തു പറയാനുള്ളതാണ് മേക്കപ്പ്. എന്ത് രസമായിരുന്നു അവരുടെ. എനിക്ക് പറയാതിരിക്കില്ല, ഞാൻ ഇതുവരെ എൻ്റെ കാര്യങ്ങൾ പ്രോഗ്രാമിനെ പറ്റി പറയാനല്ലത് എനിക്ക് ഇത്രയും വാചാലമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്നെ കുറേ നേരം ഞാൻ കണ്ടിരുന്നു പോയി. കാരണം അതിലിപ്പോൾ ഒരു 10 കുട്ടികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 കുട്ടികളുടെ കണ്ണ് ഒരുപോലെ എഴുതിയ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എൻ്റെ വലിയൊരു കൈയടി ഞാൻ തരാണ്. അതുപോലെ ഈ ടൈറ്റിൽ ഡാൻസിൽ തന്നെ ഇവിടെ നിന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ട് 2 കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 പേരുടെയും ഈ വലത് ഭാഗത്തുള്ള ഈ പല്ല് പോയിരിക്കുന്നു. ഇനി കാരണം എല്ലാവരും ഒരുപോലെ എനിക്കൊന്നും അതിന് വേണ്ടി പോയതാണെന്ന് പോലെ എനിക്കറിയില്ല. അപ്പം എന്തായാലും അവർക്ക് എന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്നെ ഇപ്പം പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു മേൽവിലാസത്തിലായിരിക്കും അറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ രമേശ് ചേട്ടൻ ഉൾപ്പെടെ ഞാൻ 3ാം വയസ്സ് തൊട്ട് ഒരു ഡാൻസറാണ്. ഇതുപോലെ യുവജനോത്സവത്തിൽ മിമിക്രിക്ക് പങ്കെടുത്തിട്ട് സ്റ്റേറ്റ് വിന്നറാണ്. എൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ബിഗ് ബോസിൽ എത്ര ദിവസം നിന്നു? പക്ഷെ എനിക്ക് ആ ചോദ്യം ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം വേറൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ ജീവശ്വാസമായ ലാലേട്ടൻ ആങ്കറിംഗ് ചെയ്ത ഒരു പരിപാടിയിൽ കൊയിലാണ്ടിയിലെ കൊല്ലം ജംഗ്ഷനിൽ നെല്ലിയാടിയിലുള്ള ഒരു നാട്ടുപുറത്തുകാരിക്ക് ലാലേട്ടനെ പോലെയുള്ള ഒരാൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ 20 വർഷത്തെ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമാണ്. ഇതുപോലെ സ്റ്റേറ്റിലും യുവജനോത്സവം വന്ന വഴി യുവജനോത്സവത്തിൽ മിമിക്രി വിന്നറായതുകൊണ്ടാണ് കലാഭവൻ പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിൽ, അതായത് പെൺകുട്ടികൾ ആദ്യകാലത്തൊന്നും പെൺകുട്ടികൾ മിമിക്രിയിൽ വരാറില്ല. അന്ന് ഞാൻ കലാഭവനിൽ എത്താൻ സാധിച്ചതൊക്കെ ഈ ഒരു സ്കൂൾ യുവജനോത്സവത്തിലൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിവിലേക്കുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ളതും നിങ്ങളുടെ അറിവിലേക്കുള്ള അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സോമൻ മാഷ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പോലുള്ള ഒരു കലാകാരിനെ വിളിച്ചു വരുത്തിയത് ഇതുപോലെ ഡയലോഗ് കേൾക്കാൻ തോന്നുന്നല്ലെന്ന് എനിക്കറിയാം. കുറച്ച് ഒരു 1-2 പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ പാട്ട് പാടണമെങ്കിൽ
എല്ലാവരും മുഖത്തും ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കയ്യടി നിർബന്ധം. ഇതൊന്നും കുഴപ്പമില്ല, കുറച്ച് പേര് കൈയടിക്കുന്നുണ്ട്, ഒരെണ്ണം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതെല്ലാം ജോലി എന്ന് പറഞ്ഞു പറ്റൂല. എല്ലാവരും ഒന്ന് പറഞ്ഞ കൈയടിച്ച്. കാരണം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ഒരുപാട് നാട്ടുകാരുടെ ബിഗ് ബോസിൽ വന്നപ്പോൾ കുറച്ചും കൂടെ നാട്ടുകാരുടെയും അവരൊരു സ്വന്തം നാട്ടുകാരി എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് തുടങ്ങല്ലേ? പോരാ, തുടങ്ങല്ലേ ചെയ്യുമ്പോൾ വെച്ചാൽ കാരണം നിങ്ങൾ ഇത്രയും ഉഷാറായിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ പെർഫോം ചെയ്യണമെങ്കിലും എനിക്ക് ആ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ, കാരണം ഞാനും ഈ പറഞ്ഞ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ നേരത്തെ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളെ നാട്ടിൽ നിങ്ങളെ സ്കൂളിലൊക്കെ വന്ന് ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. അപ്പോൾ എൻ്റെ പേടി മാറ്റേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയാനുള്ളത് നിർമ്മല സിസ്റ്ററിനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സെൻറ്റ് വിൻസെൻ്റ് കോളനി ടിറ്റിയിൽ ഇതുപോലെ മുഖ്യ അതിഥിയായിട്ട് പോയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ വരണം പയ്യോളി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയേ. എൻ്റെ നാട്ടിൽ ഇത്ര അടുത്തായിട്ട് എനിക്കും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പക്ഷേ എൻ്റെ വേറെ എവിടെയെങ്കിലും ചെന്നാൽ എൻ്റെ നാടാണ്, നാട്ടുകാരാണ്, എന്നെ ഭയങ്കര പ്രോത്സാഹനമാണെന്ന് എനിക്ക് പറയണമെങ്കിൽ ഈ ഒരു ഇത് പോരാട്ടോ. ഞാൻ പാട്ട് പാടില്ല. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം എനിക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് പറയാം. സൗണ്ടുകാർക്ക് ഒരു വലിയ താങ്ക്സ് പറയാണ്. ഗംഭീര സൗണ്ട് സിസ്റ്റം. കാരണം ഞാൻ ഒരുപാട് നല്ല പ്രോഗ്രാമിൽ ഒരു ശബ്ദം കടന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയൊരു താങ്ക് യു.
മജീദ് ഗംഭീര നല്ല പരിപാടിയില്ലേ, ഞാൻ ഇവിടെ നിന്ന് ഗംഭീരമായിട്ട് പാടുക ക്ഷീണിക്കുക, നിങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് ഇത് വേറെ ആരുടെയോ എന്തോ വാർഷിക പരിപാടി. അതല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു വാർഷിക ആഘോഷ പരിപാടിയല്ല. അപ്പോൾ ഇവിടെ കുറേ നീല സാരി ഉടുത്തിട്ടുള്ള കുറേ, എല്ലാവരും സുന്ദരികളല്ല, പക്ഷെ എല്ലാവരും എനിക്ക് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് എന്താ ഡ്രസ്സ് എന്നൊന്നും എൻ്റെ കണ്ണിലേക്ക് വേഗം അടിച്ച് കയറുന്നത് നല്ല നീല സാരി ഉടുത്ത കുറേ സുന്ദരികളെയാണ്. എനിക്ക് ഭയങ്കര കുശുമ്പൊക്കെ തോന്നി, കാരണം ഞാൻ സാരി ഉടുത്ത് വരണമെന്നൊക്കെ വിചാരിച്ച. പിന്നെ ഞാൻ വിചാരിച്ചു നന്നായി, കാരണം എൻ്റെ പേര് അത്രയ്ക്കും അടിപൊളിയായിട്ട് കുറേ. അപ്പോൾ ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഒന്നും ഞാൻ ക്ഷണിക്കുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ ഒരു ധൈര്യത്തിന് ഒരു 4 പേര് വന്നാൽ കൊള്ളാം. ഇവിടെ വാർഷിക ഇത് വായിച്ചപ്പോഴത്തേക്കും അതിൽ ഒരു ഡാൻസ് ടീച്ചറിനെയൊക്കെ ഞാനിങ്ങനെ കണ്ടു, ഞാനപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് വിളിക്കേണ്ടല്ലോ, നമ്മുടെ സമയം പോവുകയാണ്. അപ്പോൾ ഒരു 4 നീല സാരിക്കാരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
എല്ലാവരും ഉച്ചത്തില് ഒന്നിച്ച്. ഓക്കെ, താങ്ക് യു. ഇതേ നമുക്ക് സരിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ സരികയോട് എനിക്കിപ്പോൾ കട്ടിയാണ്. കുട്ടികളുടെ ഭാഷയും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായ എന്നെ പഠിപ്പിച്ച കട്ടി. പണ്ട് നമ്മൾ പറഞ്ഞ ചൊടിക്കാണ്. ഇപ്പോൾ ചൊടിക്കൽ പോയി കട്ടിയായി. സോമാഷ് എന്നോട് ചോദിച്ചു, ആ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകൾ സരിക PTA പ്രസിഡന്റിനെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ചില്ല എന്ന്. അതിലെനിക്ക് വളരെ വിഷമമുണ്ട്. പ്രായം ഒരു നമ്പറല്ല എന്ന് ഞാൻ പറയുകയാണ്. സരിക ബോധപൂർവ്വം ചെയ്തതായിരിക്കില്ല. ടീച്ചർമാരെല്ലാം വിളിച്ചു. ഒരു ബിഗ് സല്യൂട്ട് അവർ ടീച്ചേഴ്സ് ആൻഡ് കിഡ്സ്. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമുക്ക് വേർഡ്സ് ഓഫ് ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാദർ ക്ലാസ്സിൽ അവരെ ക്ഷണിക്കുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ത് പറയണമെന്ന്. കാരണം എല്ലാവരും അടിച്ചു പൊളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊരു ബ്രേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, UP സ്കൂൾ, സെക്കൻഡ് ഹാർഡ് UP സ്കൂൾ ഫാമിലി, പ്രിയ സഹോദരി സഹോദരന്മാർ, ഒരു കുഞ്ഞു കഥയിലൂടെ ഞാൻ തുടങ്ങാം. ഫാസ്റ്റായിട്ട് ഒരു മനുഷ്യൻ്റെ കൈകളിൽ 5 വിരലുകളുള്ളൊരു തർക്കമായി. തർക്ക വിഷയം ഇതാണ്, തങ്ങളിൽ വലിയവൻ ആരാണെന്നാണ്. അപ്പോൾ ആദ്യത്തെ വിരൽ തള്ള വിരൽ പറഞ്ഞു, ഇതിലെന്താ തർക്കിക്കാനിരിക്കുന്നത്? എൻ്റെ പേരിൽ തന്നെയുണ്ട് തള്ള, അപ്പോൾ ഞാൻ തന്നെയാണ് വലിയവൻ. പക്ഷേ ചൂണ്ടുവിരൽ പറഞ്ഞു, നമ്മളിൽ ഏറ്റവും ശക്തനായ വിരൽ ഞാനാണ്. എല്ലാവരും സംസാരിക്കുമ്പോൾ എന്നെ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശക്തനായ വിരൽ ഞാനായതുകൊണ്ട് ഏറ്റവും വലിയവൻ ഞാനാണ്. അപ്പോൾ നടുവിരൽ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല. നടുവിരൽ പറഞ്ഞു, നമ്മളൊന്ന് എണീറ്റിരിക്കാം. എണീറ്റ് നിന്നപ്പോൾ ഏറ്റവും നീളം കൂടിയ വിരൽ നടുവിരലായിരുന്നു. നടുവിരൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് വലിയവൻ. പിന്നെ മോതിരൽ പറഞ്ഞു, മനുഷ്യർ അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് എൻ്റെ ശരീരത്തിലാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയവനെന്ന്. അപ്പോൾ ചൂണ്ടുകളിൽ പറഞ്ഞു, നിങ്ങളെൻ്റെ പറഞ്ഞത് ശരി തന്നെ, എങ്കിൽ പോലും നിങ്ങൾ നോക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഏറ്റവും വലിയവനെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി അവിടെ വരുന്നു. സന്യാസി കാരണം അന്വേഷിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വലിയവരാരാണെന്ന തർക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ സന്യാസി പറഞ്ഞു, ഒരു ശരീരത്തിൽ, ഒരാളുടെ ശരീരത്തിൽ മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് വേദന എടുക്കുക? അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും വേദന എടുക്കും. അതൊരു മനുഷ്യ ശരീരം, ധർമ്മങ്ങൾ പലതുകൊണ്ട് ഓരോന്നിനെ നിർവഹിക്കുവാനായിട്ട്. പക്ഷേ എല്ലാം ഒരുമിച്ച് നിന്നാലേ മനുഷ്യ ശരീരം വളരുകയുള്ളൂ. ഏതെങ്കിലും ഒരു അവയവത്തിന് വളർച്ച മുരടിച്ചു പോയാൽ അത് മൊത്തം ശരീരത്തെ ബാധിക്കുന്നു. അപ്പം അതുപോലെയാണ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ അധികാരികളുണ്ട്, ടീച്ചേഴ്സുണ്ട്, PTA മെമ്പേഴ്സുണ്ട്, അതുപോലെ അനധ്യാപകരുണ്ട്, ഡ്രൈവേഴ്സുണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്. അതുപോലെ കുട്ടികളുണ്ട്. ഇവരിലേതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഡ്യൂട്ടി ഒന്ന് മുടക്കിയാലോ, ഡ്രൈവേഴ്സ് അവരുടെ ഡ്യൂട്ടി മുടക്കിയാലോ കുട്ടികൾ പഠിക്കാൻ പറ്റുകയില്ല. ഇലക്ട്രീഷ്യൻസ് അവരുടെ ഡ്യൂട്ടി മുടക്കിയാലോ എങ്ങും അന്ധകാരമായിരിക്കും. അതിൽ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി, അവരുടെ ദൗത്യം വളരെ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് ആ സ്കൂള് വളരുന്നത്, വികസിക്കുന്നത്. അതുപോലെയാണ് ഓരോ കുഞ്ഞുങ്ങളും നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോഴാണ്, എല്ലാവരും ഒരേപോലെ പരിശ്രമിക്കുമ്പോഴാണ് ആ കുട്ടികൾ പോലും ആത്മീയമായി, മാനസികമായി, ശാരീരികമായി വളർച്ച പ്രാപിക്കുന്നത്. കുട്ടികളോട് പേരൻസിനോടൊരു വാക്ക് ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മരത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന്. ഒരിക്കലും ഒരു ചീത്ത വൃക്ഷം നല്ല ഫലമോ, നല്ല വൃക്ഷം ചീത്ത ഫലമോ പുറപ്പെടുവിക്കുകയില്ല. എപ്പോഴും നല്ല വൃക്ഷം നല്ല ഫലം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. അതുപോലെ ചീത്ത വൃക്ഷം ചീത്ത ഫലം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. അതുപോലെ നല്ലവരായ മാതാപിതാക്കളിൽ മാത്രമേ എപ്പോഴും നല്ല കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. മോശമായിരിക്കുമ്പോൾ നല്ല കുട്ടികൾ ഉണ്ടാവണം എന്ന് ക്ഷണിക്കുന്നത് വെറുതെയാണ്. നമ്മൾ നല്ലവരായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല മാതാപിതാക്കൾ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, ഒരു പേരയ്ക്ക അത് പുഴുക്കുത്തേറ്റതാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പേരയ്ക്കും പുഴുക്കുന്നുണ്ടാകും. അതുപോലെ നമ്മൾ മോശമായിരുന്നാൽ നമുക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും മോശമുള്ള കുട്ടികളായി തീരാം. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട നിൽക്കേണ്ടി വരും, ചിലത് നമ്മൾ ആറിച്ചെടുക്കേണ്ടി വരും. മക്കളുടെ ഉന്നമനത്തിന്
അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ചില ദുശീലങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. അതുപോലെ ഇല്ലാത്ത ചില നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുപോലെ ആത്മാർത്ഥമായി നമ്മൾ ഇതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന കുഞ്ഞുമക്കൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കൽ കൂടെ ബൈബിളിൽ പ്രകാരം പറയുന്നുണ്ട്, മറ്റുള്ളവർ എങ്ങനെയാണ് ഒരു ഗോൾഡൻ റൂൾ, രജത നിയമം എന്ന് പറയുന്നു. മറ്റുള്ളവർ എപ്രകാരം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ എപ്രകാരം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂള് വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഇനി നമ്മുടെ സ്കൂളിൻ്റെ യശസ് പൊങ്ങി പോകട്ടെ എന്നും അതിനാണ് ആത്മാർത്ഥമായ നിങ്ങളുടെ എല്ലാ പരിശ്രമവും വളരെ അത്യാവശ്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സേക്രഡ് ഹാർട്ട് സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ ഈ സന്തോഷ നിമിഷത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, അഭ്യകാംക്ഷികളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഒരു വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ മനോഹരമായ ഒരു യാത്രയുടെ ഓർമ്മകളാണ് ഈ വാർഷിക ദിനം. പഠനത്തിലും കലാരംഗത്തും കായിക രംഗത്തും നേടിയ ഓരോ ചെറിയ നേട്ടങ്ങളും ഈ സ്കൂളിൻ്റെ അഭിമാനമാണ്. ഈ സന്ദർഭത്തിൽ ഞാനും ഒരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം വഴിയരികിൽ ഒരു ചെറിയ ചെടി വാടി നിൽക്കുന്നത് കണ്ടു. അവന് സങ്കടം തോന്നി. അവൻ്റെ വാട്ടർ ബോട്ടിലുണ്ടായിരുന്ന വെള്ളം ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. പിറ്റേ ദിവസവും അവൻ ആ ചെടിയെ നിരീക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ വാടലെല്ലാം മാറി ഊർജ്ജസ്വലമായി നിൽക്കുന്നത് കണ്ടു. അവൻ പിന്നീട് എല്ലാ ദിവസവും ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. മാസങ്ങൾക്ക് ശേഷം ആ ചെറിയ ചെടി ഒരു വലിയ വൃക്ഷമായി വളർന്നു. ഒരു ദിവസം അതിൻ്റെ തണലിൽ നിൽക്കുമ്പോൾ ആ ബാലൻ ചിന്തിച്ചു, ഞാൻ ദിവസവും നൽകിയ ചെറിയ പരിചരണമാണ് അതിനെ ഇങ്ങനെ ഒരു വലിയ വൃക്ഷമാക്കി വളർത്തിയത് എന്ന്. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. അധ്യാപകർ നൽകുന്ന ഓരോ പാഠവും, മാതാപിതാക്കളുടെ ഓരോ പ്രോത്സാഹനവും, കുട്ടികളുടെ ഓരോ പരിശ്രമവും ചേർന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വലിയ വാർഷിക ആഘോഷം. ഇന്ന് സ്റ്റേജിൽ കാണുന്ന ഓരോ പ്രകടനത്തിൻ്റെയും പിന്നിൽ ഒട്ടേറെ ദിവസങ്ങളിലെ പരിശീലനവും അധ്വാനവുമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും ഒരു ചെറിയ ചെടി പോലെയാണ്. സ്നേഹവും പ്രോത്സാഹനവും പരിശ്രമവും ലഭിക്കുമ്പോൾ നിങ്ങൾ വലിയ വൃക്ഷമായി വളരും. നാളെയുടെ നല്ല പൗരന്മാരായി സമൂഹത്തിന് പ്രകാശമായി മാറും. ഈ വാർഷികാഘോഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: വിജയങ്ങൾ വലുതാകണമെന്നില്ല. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ വിജയാശംസകൾ നേരുന്നു. നമ്മുടെ സ്കൂൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിലും സദ്ഗുണത്തിലും സമ്പന്നരായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ദിനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഈ സ്റ്റാൻഡിൻ്റെ പിന്നിൽ നിന്നാൽ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ട് പ്രത്യേകം അനുവാദം വാങ്ങിച്ചാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാമല്ലോ എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭസായാഹ്നം. പാട്ടുകളുടെയും നൃത്തത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും പ്രഘോഷണങ്ങളുടെയും അതുപോലെ തന്നെ അഭിനയത്തിൻ്റെയും ഒരു ശൃംഖല തീർത്താൻ ഫെബ്രുവരി 11 ഇതിൻ്റെ ഭാഗമായിട്ട് തീരാൻ സാധിച്ചതിൽ ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആരോഗ്യ മേഖലയിൽ നിന്ന് ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി
ഒത്തിരി ബുദ്ധിമുട്ട് തരുന്നുണ്ട്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന എനിക്ക് ഇതൊക്കെ ഒരു വലിയ ആഹ്ലാദവും സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയും നൽകുന്നതാണ്. ആമുഖം പ്രഭാഷണം നടത്തിയ മുതൽ എല്ലാ പ്രഭാഷകരുടെയും പ്രത്യേക സന്ദേശങ്ങളോട് ചേർത്തിണക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. സേക്രഡ് ഹാർട്ട് പയോളി സേക്രഡ് ഹാർട്ട് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോഴിക്കോട് പ്രോവിൻസ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ഒരു പ്രതിധ്വനിയാണ്. ഇന്ന് ഈ ദിവസം കോഴിക്കോട് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ റവറൻഡ് സിസ്റ്റർ ഫിലോ ജോസഫിന് വരാൻ സാധിക്കാത്തതുകൊണ്ട് ആ സിസ്റ്ററിന്റെ അസാന്നിധ്യം ഒരു സാന്നിധ്യമായി നിറയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തിയ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ 1980 സ്റ്റാർട്ട് ചെയ്ത ഈ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നിയിരിക്കുന്ന സമത്വത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. ആ വിദ്യാഭ്യാസം ഈ നിലയിലേക്ക് കൊണ്ടുപോകുവാൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാവരും സഹകരിച്ചു. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന്റെ അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ സിസ്റ്റർ മാനേജറിനും പ്രിൻസിപ്പളിനും ഈ സന്യാസ സമൂഹത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. ഈ വിദ്യാഭ്യാസം +2 കഴിഞ്ഞുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം ഈ സേക്രഡ് ഹാർട്ട് സ്കൂൾ നിർവഹിക്കും എന്ന് എനിക്ക് തീർച്ചയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ പലരും പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നല്ല മനുഷ്യരായിരിക്കണം. ഞാൻ ആയിരിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞ പ്രഗത്ഭരായ ഡോക്ടർമാർ, പ്രഗത്ഭരായ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, PhD വരെ പഠിച്ചിരിക്കുന്ന നേഴ്സുമാർ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ നിരായുധരാക്കണം. നിരായുധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവത്തിലും സമീപനത്തിലും വാക്കുകളിലും നമ്മൾ അത് നമ്മുടെ അഹമെന്ന ചിന്തയിൽ നിന്നും നിരായുധരാക്കണം. എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഞാൻ മിടുക്കിയാണ്, ഞാൻ മിടുക്കരാണ്, ഞങ്ങളിത് ചെയ്തു, ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്നെ പോലെ മിടുക്കരാണ് മറ്റവരൊന്നും, എന്നെ പോലെ ചെയ്തവരാണ് മറ്റവരൊന്നും, ഞാൻ മാത്രമല്ല ഞങ്ങൾ മാത്രമല്ല
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ അധ്യാപികമാരെ, പ്രിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, സെക്കൻഡ് ഹാൻഡ് UP സ്കൂളിൻ്റെ 47ാം വാർഷികാഘോഷ പരിപാടിയിലാണ് നാം ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, പയ്യോളിയിലെ ഒരു മികച്ച വിദ്യാലയങ്ങൾ ഒന്ന് തന്നെയാണ് നമ്മുടെ വിദ്യാലയം. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ മുനിസിപ്പാലിറ്റി കലോത്സവത്തിലും അതുപോലെ JCI കുട്ടിക്കൂട്ടം നഴ്സറി കലോത്സവങ്ങളിലും നമ്മൾ മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ച് ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപികമാരുടെ കഠിന പ്രയത്നം ഉണ്ട് എന്ന് നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ ഏതൊരു വിദ്യാലയത്തിൻ്റെയും നട്ടലായി ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ PTA എക്സിക്യൂട്ടീവാണ്. നമ്മുടെ സ്കൂളിലും PTA എക്സിക്യൂട്ടീവ് വളരെയധികം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് രമേശൻ NK-യുടെ നേതൃത്വത്തിലുള്ള PTA എക്സിക്യൂട്ടീവിൽ ഒരംഗമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കറിയാം, ഈ ഒരു സെക്ഷൻ നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബോറിംഗ് ആണ്. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പ്രകടനത്തിനായാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയ ശ്രീമതി കലാഭവൻ സരിക, നിങ്ങൾക്കെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് ആ പാട്ടുകൾ ശ്രമിച്ചത് എന്നറിയാം. നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ഒരു സ്നേഹോപഹാരം നൽകുവാനായിട്ട് സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ അവരെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ. അടുത്തതായിട്ട് നമ്മുടെ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ഫോർ ചാരിറ്റി ഡോക്ടർ സിസ്റ്റർ ലില്ലി ജോസഫ് സിസ്റ്ററിന് സ്നേഹാദരവ് കൊടുക്കാനായിട്ട്, സ്നേഹോപഹാരം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജറെ ക്ഷണിക്കുന്നു. അടുത്തതായി എപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ അരികിൽ എപ്പോഴുമുള്ള നമ്മുടെ ഫാദർ, റവറൻഡ് ഫാദർ പ്ലാസിഡ് ഫാദറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക്, ഫാദർ പോയി പിന്നീട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Next
is A. Thank you so much. അടുത്തതായി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ 6th B. ഇഷാൻ മുഹമ്മദ് 7. Thank you, sister. Thank you so much. Sapna മിസ്സിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Best outgoing student Anirudh S. Thank you, miss. Thank you so much. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 47ാമത് വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അതിൻ്റെ പരിസമാപ്തി എത്തിയിരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ ചടങ്ങ് ധന്യമാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നത് എൻ്റെ ഔദ്യോഗിക കടമയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷം ബദ്ധദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സാഹിത്യകാരനും അതിലുപരി നമ്മുടെ നാട്ടുകാരനുമായ ഡോക്ടർ സോമൻ കടലൂർ അവർകളാണ്. ഉദ്ഘാടന പ്രശ്നത്തിലൂടെ അറിവിൻ്റെയും ചിന്തയുടെയും പുതിയ വാതായനങ്ങൾ നമുക്ക് മുൻമുന്നിൽ തുറന്നു തന്നതിനും അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇന്നത്തെ വാർഷികാഘോഷ ചടങ്ങിനെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് മിമിക്രി വേദിയിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് പിന്നീട് വെള്ളിത്തിരയിലൂടെ തൻ്റെ അഭിനയ മികവ് തെളിയിച്ച ഒരു ഭൂമുഖ പ്രതിഭയായ കലാഭവൻ സരികയാണ്. തൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി മനോഹരമായ ഗാനാലാപനത്തിലൂടെ കുട്ടികളെയും ടീച്ചർമാരെയും ഉൾപ്പെടുത്തി നല്ലൊരു സംഗീത വിരുന്നും കാഴ്ചവെച്ച ശ്രീമതി സരികയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ രമേശൻ NK അവர்களാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും കരുത്തായി ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കാരി ക്ലാസിക് അവരുടെ സാന്നിധ്യവും അനുഗ്രഹ പ്രഭാഷണമാണ്. അറിവ് പകരുന്ന വാക്കുകളിലൂടെ നമ്മെ അനുഗ്രഹിച്ച ഫാദറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിലെ വാർഷിക ആഘോഷ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച വിശിഷ്ട അതിഥികളായ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ സീമ പീറ്റർ, ഒഫീഷ്യൽ കൗൺസിലർ സിസ്റ്റർ ജില്ലി ജോസഫ്, MPTA പ്രസിഡന്റ് ശ്രീമതി തസ്ലീന, ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വിദ്യാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മല മാത്യു അവർക്കാണ്. ഈ പരിപാടിയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി കൂടെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മല മാത്യു അവർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്ത ആദരണീയായ സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂലിയാന കുര്യൻ അവർക്കാണ്. സിസ്റ്റർക്ക് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ മനോഹരമായ ചടങ്ങിലേക്ക് നമ്മെ ഏവരെയും സ്വാഗതം ചെയ്ത സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയായ ശ്രീലക്ഷ്മി മിസ്സിനെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വാർഷികാഘോഷത്തിന്റെ വിജയത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപികമാർക്കും അനധ്യാപകർക്കും ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കൾ സ്റ്റേജിൽ കാഴ്ചവെക്കുന്ന ഓരോ പ്രകടനത്തിന് പിന്നിലും അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം രക്ഷിതാക്കളായ നിങ്ങളുടെ പിന്തുണയുമുണ്ട്.
സിസ്റ്റർ റീമ, കുഞ്ഞുമക്കളെ ഡാൻസ് പരിശീലിപ്പിച്ച ഡാൻസ് ടീച്ചർ അശ്വിനി സിജു, ഈ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ച പ്രദീപ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, നമ്മുടെ മക്കളെ സുരക്ഷിതമായി ഈ വിദ്യാലയത്തിൽ ഇരിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സ്, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനുമുപരി ഈ ആഘോഷത്തിൻ്റെ ജീവൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അച്ചടക്കത്തോടെ ഈ ചടങ്ങിന്റെ ഭാഗമായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, രക്ഷിതാക്കൾക്കും, PTA അംഗങ്ങൾക്കും, നാട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു മിസ്. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.